ബംഗളൂരു മൈസൂരു ദേശീയപാതയിലുണ്ടായ അപകടത്തെ തുടർന്ന് മരിച്ച KSRTC കണ്ടക്ടർ NM അരുണിന്റെയും ഡ്രൈവർ മിഥിലേഷിന്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഞായറാഴ്ച രാവിലെയാണ് ബസ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും മൃതദേഹങ്ങൾ കോഴിക്കോട്ടുള്ള വീട്ടിലെത്തിച്ചത്. അപകടത്തിന് പിന്നിൽ ഡ്രൈവറുടെ വിശ്രമമില്ലാത്ത ജോലിയും സിംഗിൾ ഡ്രൈവർ ഡ്യൂട്ടിയുമെന്നാണ് ഉയരുന്ന ആക്ഷേപം. ശനിയാഴ്ച രാവിലെ 6:30 കർണാടകയിലെ ബിഡദിയിൽ KSRTC ഡീലക്സ് ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവറും കോഴിക്കോട് വെള്ളയിൽ സ്വദേശിയുമായ മിഥിലേഷിനും ബസ് കണ്ടക്ടറും കോഴിക്കോട് കോവൂർ സ്വദേശിയുമായ NM അരുണിനും ദാരുണാന്ത്യം സംഭവിക്കുന്നത്. ഞായറാഴ്ച രാവിലെ ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. സുഹൃത്തുക്കളും നാട്ടുകാരും സഹപ്രവർത്തകരും ചേർന്ന് അന്തിമോപചാരം അർപ്പിച്ചു. അപകടത്തിന് കാരണമായത് ഡ്രൈവർക്ക് മതിയായ വിശ്രമം നൽകിയില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. തൊട്ടു മുൻപുള്ള ദിവസം മൈസൂരിൽ നിന്ന് കോഴിക്കോട് സർവീസ് ഓടിച്ചെത്തിയ മിഥിലേഷിനെ അന്ന് രാത്രി തന്നെ ബംഗളൂരിലേക്കുള്ള ദീർഘ സർവീസിന് വീണ്ടും അയച്ചു. ദീർഘദൂര ബസ്സുകളിൽ 2 ജോലിയും ചെയ്യാൻ കഴിയുന്ന 2 കണ്ടക്ടർ കം ഡ്രൈവർമാർ ഉണ്ടാവണം എന്നത് പാലിച്ചില്ല. സൂപ്പർ ഫാസ്റ്റ് മുതൽ മുകളിലേക്കുള്ള എല്ലാ സൂപ്പർ ക്ലാസ് സർവീസുകളിലും പരിചയസമ്പന്നരായ സ്ഥിരം ഡ്രൈവർമാരെ നിയോഗിക്കണമെന്നാണ് ചട്ടം. ഇതിനു കഴിയുന്നില്ലെങ്കിൽ മാത്രം സീനിയോറിറ്റി അനുസരിച്ച് ഏറ്റവും പരിചയസമ്പന്നരായ താൽക്കാലിക ജീവനക്കാരെ ഡ്യൂട്ടിക്ക് വിടണം. എന്നാൽ 5 മാസം മുമ്പ് ജോലിക്ക് കയറിയ മിഥിലേഷിനെ ദീർഘദൂര സർവീസിന് നിയോഗിക്കുകയായിരുന്നു. ഇങ്ങനെ പോകുന്നു ആരോപണങ്ങളുടെ നീണ്ട നിര. ഡ്രൈവർ കം കണ്ടക്ടർ എന്നത് നിയമമല്ല എന്നും അപകടത്തിന് കാരണം വാഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലെന്നും മാനുഷിക പിഴവാണെന്നുമാണ് ഗതാഗത മന്ത്രിയുടെ ന്യായീകരണം. കൈരളി ന്യൂസ്, കോഴിക്കോട്.